എത്ര സീറ്റ് എന്നൊക്കെ മാഷിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കണക്കുണ്ടോ? അല്ല, കണക്ക് ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ആ കണക്കേ പറയാനുള്ളൂ, വേറെ കണക്കൊന്നും പറയാനില്ല. അത് 90 സീറ്റിന് മുകളിലാണ്. നല്ല ഭൂരിപക്ഷത്തിനാണ് ജയിക്കുക. സംസ്ഥാനത്ത് ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് അല്ലെങ്കിൽ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് UDF-ന്റെ ക്യാമ്പിലുണ്ട്. അതിലെത്രത്തോളം ശരി ഉണ്ടാകുമെന്നാണ് LDF പ്രതീക്ഷ? അല്ല, അതിൽ ശരി നോക്കേണ്ട കാര്യമില്ല. ഗവൺമെൻറ് വിരുദ്ധ വികാരം ഇല്ല എന്ന് എല്ലാ എക്സിറ്റ് പോളുകാരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രിയാവാൻ പറ്റുന്നത് പിണറായി വിജയനാണെന്നും എക്സിറ്റ് പോളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 69 വരെ സീറ്റ് കിട്ടുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ 2 സീറ്റിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും അതിനേക്കാൾ എത്രയോ സീറ്റ് അവർ ഞങ്ങൾ തോൽക്കുമെന്ന് പറഞ്ഞ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ ജയിക്കും. നല്ല നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരത്തിൽ വരാൻ കഴിയുന്നതാണ് എക്സിറ്റ് പോളിൻ്റെ തന്നെ ഉള്ളിൽ പറയാതെ പറഞ്ഞു വെച്ച കാര്യം. ഒരു തരംഗമുണ്ടാകും LDF-ന് അനുകൂലമായിട്ട്, അങ്ങനെ കണക്ക് കൂട്ടുന്നുണ്ടോ? തരംഗത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങളത് പറഞ്ഞിട്ടുമില്ല, ആദ്യം പറഞ്ഞിട്ടില്ല, ഇപ്പം പറഞ്ഞിട്ടില്ല. ജനങ്ങൾക്ക് അനുഭവവേദ്യമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നിലപാടുകൾ, അവർക്ക് ലഭിച്ച ആനുകൂല്യങ്ങൾ, ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സുരക്ഷ, ഒരു വർഗീയ കലാപം പോലും നടക്കാത്തൊരു കാലം, ഇലക്ട്രിസിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ടായ കൃത്യമായിട്ടുള്ള ശരിയായ നിലപാട്, അതെല്ലാം വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയുന്നത് പോലെ ഈ വ്യാവസായിക മേഖലയിലൊക്കെ വമ്പിച്ച മുന്നേറ്റമല്ലേ, കുതിപ്പല്ലേ ഉണ്ടായത്. ആ കുതിപ്പൊക്കെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അവരതിൻ്റെ ഭാഗമായിട്ട് വോട്ട് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. LDF അങ്ങനെ പറയുമ്പോൾ കൂടി അവിടെ മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കുകയാണ്. മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് വരെ UDF ഇപ്പോൾ കടക്കുന്ന സാഹചര്യം. അല്ല, അവർ നേരത്തെ തുടങ്ങിയല്ലോ ചർച്ച. മുഖ്യമന്ത്രി ആരാവണം എന്നുള്ള ചർച്ച പോളിങ്ങിന് മുമ്പേ തുടങ്ങി. അപ്പോൾ ഒരു ഘട്ടത്തിൽ ഹൈക്കമാൻഡ് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടാകുന്നു, തൽക്കാലം നിന്നു. അപ്പോൾ ആ വീണ്ടും തുടങ്ങി, ഇനിയും ശക്തിയായി തുടരും. അപ്പോൾ അതിന് നാളെ വരെയുള്ളൂ ആയുസ്. മറ്റൊരു കാര്യം, ഇടതുപക്ഷത്തെ നയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. സ്വാഭാവികമായിട്ടും അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയനെ തന്നെയാണോ പരിഗണിക്കുന്നുണ്ട്? പിണറായി വിജയനാണോ മുഖ്യമന്ത്രി എന്നുള്ളത് യഥാർത്ഥത്തിൽ നാളെ തന്നെ അറിയാൻ സാധിക്കുന്ന കാര്യമാണ്. അത് സ്വാഭാവികമായിട്ടും ഒറ്റ മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് തീരുമാനിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അത് ഇവരെ പോലെ പരസ്പരം ചളിവാരിയെറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ മണിക്കൂർ കൊണ്ട് പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും തീരുമാനിക്കാൻ പറ്റും. നാളെ തന്നെ തീരുമാനിക്കും? നാളെ തീരുമാനിക്കുന്നില്ല, നാളെ തീരുമാനിക്കേണ്ട കാര്യമില്ല. സമയമുണ്ട്. 6-ാം തീയതിയാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് ചേരുന്നത്. ആവശ്യമായ തീരുമാനം എടുക്കും. മറ്റൊരു കാര്യം കൂടെയുണ്ട്, BJP വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് ഇത്തവണ. ഒരു 4 സീറ്റ് വരെയൊക്കെ കിട്ടും എന്ന് തോന്നലുണ്ട്. അതിൽ ആദ്യത്തെ മണ്ഡലം തന്നെ നിയമമാണ്. BJP ഇത്തവണ അക്കൗണ്ട് തുറക്കുമോ? ഒറ്റ സീറ്റും കിട്ടൂല. കേരളത്തിൽ BJPക്ക് ഒരു സാധ്യതയില്ല. ഒരു നിയോജകമണ്ഡലത്തിലും ജയിക്കാനുള്ള സാധ്യത BJPയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതാണ് ഞങ്ങൾ കാണുന്നത്, നിയമം ഉൾപ്പെടെ. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി ഉള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വലിയ ഭൂരിപക്ഷത്തോടെ തന്നെ 90 സീറ്റാണ് മാഷ് സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ഘട്ടത്തിൽ തന്നെ പറയുന്നത്. അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. വലിയ ഭൂരിപക്ഷത്തോടെ LDF വീണ്ടും അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നത്.